കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കല്ല, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരികമായ അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 2024 അങ്ങനെ തീരുവാണ്. കഴിഞ്ഞൊരു വർഷക്കാലം തീർച്ചയായിട്ടും ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ സാധിച്ചവർ നമ്മുടെ ഇടയിലുണ്ട്. അത് വലിയ ദൈവത്തിൻ്റെ കരുണയായിട്ട് കണ്ടാൽ മതി. മുന്നോട്ടുള്ള ഇതിന് നാളെ മുതൽ ആരംഭിക്കുന്ന പുതിയ വർഷം 2025 പുതിയ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആരംഭിക്കാൻ പോവാം. ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കർത്താവിൻ്റെ കാരുണ്യത്തിലും കൃപയിലൊക്കെ സമർപ്പിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വായനകളിലൂടെ യോഹന്നാൻ ശ്ലീഹ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ വർഷത്തിൻ്റെ അവസാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറയും നമ്മൾ അന്ത്യകാലത്തിലാണ് നിൽക്കുന്നത്. അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. ശരിയാണ്, അവസാന കാലമാകുമ്പോൾ വിശ്വാസത്യാഗമുണ്ടാകും, മാതാപിതാക്കളെ അനുസരിക്കാത്തവരുണ്ടാകും, ദൈവനിഷേധികളുണ്ടാകും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും കലാപങ്ങളും രോഗങ്ങളും വ്യാധികളും ഒക്കെ ഉണ്ടാകുമെന്ന് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചുമ്മാ ഓക്കെ, ഒരു വർഷം നമ്മുടെ തീർന്നു, വർഷത്തിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ജീവിതം, ലോകം ഒക്കെ കടന്നു പോകുന്ന ഒരു അന്ത്യകാലത്തിൻ്റെ കുറിച്ചുകൂടി ഒരു ചിന്ത നമ്മളിൽ സൂക്ഷിക്കണമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. ഇത് പറയുന്നതിനോടൊപ്പം യോഹന്നാൻ ശ്ലീഹ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യാജ പ്രവാചകന്മാരെ ശ്രദ്ധിക്കണം. അതായത് ദൈവസ്നേഹത്തിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് ശ്രദ്ധയുണ്ടാകണം.
പല രീതിയിലാണ്, പല വഴിക്കാണ് നമ്മൾ പറയുന്നത് പിശാച് കയറിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ മണ്ഡലങ്ങളിൽ പോലും ഇന്ന് പറ്റിക്കപ്പെടുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദി ഒരു ഭർത്താവിനോട് പറഞ്ഞു, ഒരു കോഴിയെ, പൂവൻ കോഴിയെ കൊണ്ട് വിഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി വിഴുങ്ങി അവസാനം തൊണ്ടേ കൂടി തട്ടിപ്പോയി. വിഴുങ്ങി പൂവൻ കോഴിയെ വിഴുങ്ങി എവിടെയെങ്കിലും എത്തണ്ടേ? ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാപദ്ധതിയെക്കുറിച്ചും നിത്യസ്നേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ സത്യം നമുക്കറിയാം എന്ന് യോഹന്നാൻ സ്ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അറിയാത്തത് കൊണ്ടല്ല ഞാനിത് പറയുന്നതെന്നൊക്കെ യോഹന്നാൻ സ്ലീഹ പറയുന്നുണ്ട്. ഈ സത്യം നമ്മൾ ഗ്രഹിക്കുകയും ഈ സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ വ്യാജമായതിനെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റും. നുണ പറയുന്നത്, ദൈവസ്നേഹത്തിൽ നിന്നല്ലാത്ത ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ വ്യാജമായിട്ട് വരുന്നതൊക്കെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റും. എന്നിട്ട് യോഹന്നാൻ സ്ലീഹ കൂട്ടിച്ചേർക്കുകയാണ്, അന്ത്യക്രിസ്തുവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതായത് ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിന് എതിരായി നിൽക്കുന്നതിനെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. യേശുവിനോട് എതിരെ നിൽക്കുന്നതെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ്, നമ്മൾ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ചിലപ്പോൾ നമ്മുടെ സംസാരമാകാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടാകാം, നമ്മുടെ ബന്ധങ്ങളാകാം, നമ്മുടെ ചില തീരുമാനങ്ങളാകാം, നമ്മുടെ ജോലി സാധ്യതകളോ വരുമാന മാർഗങ്ങളാകാം, എന്തുമാകട്ടെ ക്രിസ്തുവിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്നതിനെയാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലത് ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ്, മലയാളത്തിൽ പറയുമ്പോൾ ഒരു അന്തിക്രിസ്തു എന്നാണ്. അതൊരു മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പോകും. പക്ഷേ എൻ്റെ യഥാർത്ഥ വാക്ക് ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിനെതിരായിട്ടുള്ളവൻ, അവനെ എതിർക്കുന്നത് എന്തും ആണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പോൾ തന്നെ ഈ ലോകത്തിലുണ്ടെന്നാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത്. ശരിയാണ്. നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലോകത്തിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നിത്യസത്യങ്ങളെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചൊക്കെയുള്ള ആ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്. വിവാഹം വേണ്ട എന്ന് പറയുന്നവരുണ്ടാകുമെന്ന് അവസാന കാലഘട്ടങ്ങളിൽ വിവാഹം പോലും വേണ്ട എന്ന് പറയുന്നവരുണ്ടാകുമെന്ന് വചനം പറയുന്നുണ്ട്. സത്യമാണ്. ഇത് പിള്ളേരടുത്തൊക്കെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വേണ്ടെന്നാണ് പറയുന്നത്. വിശുദ്ധരെ, നിത്യമഹത്വത്തിലേക്ക് പ്രവേശിച്ചവരെ പഴിക്കുന്നവരെ, പഴി പറയുന്നവരെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അത് ശരിയാണ്. അങ്ങനെ ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന ദൈവവചനത്തിനും ദൈവസ്നേഹത്തിനും എതിരായി ഒരു ചലിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പാപത്തിലേക്കും പൈശാചികതയിലേക്കും തിന്മയിലേക്കും ഒക്കെ ഇത് നമ്മൾ വലിച്ചടയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് യോഹന്നാൻ സ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യോഹന്നാൻ സ്ലീഹ സുവിശേഷത്തിലേക്ക് വരും, പറയുകയാണ്, നിങ്ങൾ ദൈവ മക്കളായിട്ട് ജീവിക്കുക. പിന്നെ ഒരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ ജീവിതത്തിൽ തുടരുക. ഈ ഒരു ഐഡൻറ്റിറ്റി, യേശുക്രിസ്തുവിൽ നമ്മൾ ദൈവ മക്കളായി ഉയർത്തപ്പെട്ടു എന്നുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത്, ഇതിൽ ജീവിക്കാനാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത്. അതിനെന്ത് ചെയ്യണം? യോഹന്നാൻ സ്ലീഹ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് അവകാശം നൽകി. യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ, എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ ഒരു ദൈവ പൈതൽ അംഗീകരിച്ച് കഴിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് രൂപപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും. ഈ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കണമെന്ന് പത്രോസ് ശ്ലീഹയും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ, യോഹന്നാൻ ശ്ലീഹ തരുന്ന ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവ മക്കളായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.